ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഈ മെയ് മാസത്തിലെ ആദ്യ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ രണ്ട് പുതിയ മലയാളം ബിഗ് ബഡ്ജറ്റ് സിനിമകളാണല്ലോ മലയാളി ഫ്രം ഇന്ത്യ, നടിഗർ. ഈ രണ്ട് സിനിമകളുടെയും ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യമേ നിവിൻ പോളി നായകനെത്തിയ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുടെ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ സിനിമയ്ക്ക് 3 ദിവസങ്ങൾ കൊണ്ട് മികച്ചൊരു വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ പ്രതീക്ഷിച്ച പോലെ കേരളത്തിൽ 1 കോടിയിൽ താഴെ 90 ലക്ഷമാണ് കേരള ഗ്രോസ് കളക്ഷനായിട്ട് സിനിമ നേടിയെടുത്തത്. ഇതുവരെ 3 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ സിനിമയുടെ ഗ്രോസ് കളക്ഷൻ 4 കോടി 50 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ആദ്യ 2 ദിവസങ്ങൾ കൊണ്ട് 8 കോടി 26 ലക്ഷത്തിലേക്കാണ് എത്തപ്പെട്ടതെങ്കിൽ 3 ദിവസത്തെ കളക്ഷൻ ഇപ്പോഴത്തെ 10 കോടി 50 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ 3 ദിവസങ്ങൾ കൊണ്ട് നിവിന്റെ ഏറ്റവും പുതിയ മലയാളം സിനിമ 30 കോടിയോളം ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ മികച്ചൊരു വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുത്തിരിക്കുകയാണ്. ഇന്നും നാളെയും സിനിമയ്ക്ക് അടുത്ത പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. കാത്തിരിക്കൂ സിനിമയുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടാം. മെയ് 3-ന് ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ നടിഗർ. മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുടെ അഭിപ്രായങ്ങൾ വെച്ച് നോക്കുമ്പോൾ തികച്ചും താഴെത്തട്ടിൽ നിൽക്കുന്ന ഏറ്റവും പുതിയ ടൊവിനോ തോമസിന്റെ ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ നടിഗർ. ഇപ്പോഴത്തെ സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷനും വേൾഡ് വൈഡ് കളക്ഷനും പുറത്തു വന്നിരിക്കുകയാണ്. രണ്ടും ഇന്നലെ എസ്റ്റിമേറ്റ് ചെയ്ത ആ ഒരു പ്രതീക്ഷ ലെവലിലേക്ക് തന്നെ എത്തപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ആ യഥാർത്ഥ കളക്ഷൻ പുറത്തു വന്നിട്ടും സിനിമയുടെ അണിയറ പ്രവർത്തകർ ഒരു തള്ളു കളക്ഷൻ അതല്ലെങ്കിൽ പ്രൊമോഷണൽ ഫിഗേഴ്സ് എന്നൊക്കെ പറയാവുന്ന ഒരു കളക്ഷൻ ഫിഗേഴ്സ് ഇന്ന് പുറത്തുവിട്ടിരിക്കുകയാണ്. അത് പ്രകാരം 5 കോടി 39 ലക്ഷത്തിന് മുകളിലാണ് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. എന്നാൽ അത് തള്ളു കളക്ഷൻ ആണ് എന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. എന്തായാലും സിനിമയുടെ യഥാർത്ഥ കളക്ഷൻ 2 കോടി 50 ലക്ഷത്തിന് മുകളിലാണ് ആദ്യ ദിവസം സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് നേടിയെടുത്തിരിക്കുന്നത്. അതിൽ 1 കോടി 44 ലക്ഷം കേരളത്തിൽ സിനിമ നേടിയെടുത്തതാണ്. സമീപകാല ടൊവിനോ സിനിമകളിൽ തല്ലുമല, അന്വേഷിപ്പിൻ, കണ്ടെത്തും എന്നീ സിനിമകളാണ് 1 കോടി രൂപയ്ക്ക് മുകളിൽ FT കളക്ഷന് കടന്നിട്ടുള്ളത്. ആ കൂട്ടത്തിലേക്ക് നടിഗർ എന്ന സിനിമ കൂടി ടൊവിനോ നായകനെ എത്തിയ സിനിമകളിൽ ഇടം നേടിയെടുത്തിരിക്കുകയാണ്. അങ്ങനെ ബോക്സ് ഓഫീസിൽ സിനിമ ഭേദപ്പെട്ട തുടക്കം നേടിയെടുത്തിരിക്കുകയാണ്. ഇനി 2-ാം ദിവസത്തെ നടിഗർ എന്ന സിനിമയുടെ സ്റ്റാറ്റസും ഒപ്പം തന്നെ 3-ാം ദിവസത്തെ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുടെ ബുക്കിംഗ് സ്റ്റാറ്റസും നോക്കുകയാണെങ്കിൽ 2 സിനിമകളിൽ പ്രതീക്ഷിച്ചതുപോലെ മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് നടക്കുന്നത് നിവിന്റെ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയ്ക്ക് തന്നെയാണ്. ടൊവിനോയുടെ നടിഗർ എന്ന സിനിമയുടെ മണിക്കൂർ ബുക്കിംഗ് അല്ല, കഴിഞ്ഞ 24 മണിക്കൂർ ബുക്കിംഗ് ആണ് ഇതിനോടൊപ്പം തന്നെ ബുക്കിംഗ് സ്റ്റാറ്റസിൽ കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാനായിട്ട് കാത്തിരിക്കൂ.